എല്ലാവർക്കും സുഖാണല്ലോ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നല്ല അടിപൊളി സിമ്പിളും കളർഫുള്ളും ആയിട്ടുള്ള നല്ല അടിപൊളി ഫ്രണ്ട്ഷിപ്പ് ഡേ ഗ്രീറ്റിംഗ് കാർഡുമായിട്ടാണ്. അതിനായിട്ട് നമുക്ക് കുറച്ച് കളർ പേപ്പർ കിട്ടണം. അതിൽ നമുക്ക് നല്ല അടിപൊളി പേപ്പർ തൂവൽ ഉണ്ടാക്കിയെടുക്കാം. അതൊന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ഇതുപോലൊന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. ഈ രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ട്, കാരണം തൂവൽ കുറച്ച് നീളത്തിലല്ല ഉണ്ടാവുക, അപ്പോൾ ആ രീതിയിൽ പേപ്പർ നമ്മൾ കട്ട് ചെയ്ത് ഒന്ന് തൂവൽ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക സൈഡിലൂടെ. ഇതൊക്കെ പെട്ടെന്ന് കഴിയുന്ന പണിയാണ്. അപ്പോൾ നമുക്കിത് പെട്ടെന്ന് ഇത് ചെയ്തെടുക്കാം. എന്നിട്ട് നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ടിന് തന്നെ ഇതുപോലൊരു ഗിഫ്റ്റ് നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക കേട്ടോ. അങ്ങനെ ഇതാ നമ്മുടെ തൂവൽ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ഞാൻ കുറച്ച് കളറിൽ ഒക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതാ ഇതുപോലൊരു കാർഡിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു കളറാണ് ചൂസ് ചെയ്യുന്നത്. അതിൽ നല്ലൊരു ബ്ലൂവും കൂടെ ആഡ് ചെയ്ത് നല്ലൊരു കളർ കോമ്പിനേഷൻ തന്നെയാണ്. അപ്പോൾ അതിൽ ഞാനിതാ പ്ലേറ്റ് ഇടിച്ചിട്ട് ഇതുപോലൊരു റൗണ്ട് വരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നമുക്ക് കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഈ രീതിയിൽ ഇതിൽ ഒട്ടിച്ചു കൊടുക്കുക. ഇനിതാ ഈ തൂവൽ ഇതുപോലൊന്ന് അറേഞ്ച് ചെയ്തിട്ട് ഞാനിതിൽ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇതുപോലുള്ള ബ്ലാക്ക് പേപ്പർ ഈ റൗണ്ടിൽ കട്ട് ചെയ്തെടുത്തിട്ട് ഇവിടെ ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ട് അതിൽ നമുക്ക് വൈറ്റ് പെന്നുകൊണ്ട് ഞാൻ ഇവിടെ ഹാപ്പി ഫ്രണ്ട്ഷിപ്പ് ഡേ എന്നൊന്ന് എഴുതി കൊടുക്കുകയാണ്. കോഡ്സൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. അപ്പോൾ ഫ്രണ്ടിലാവുമ്പോൾ നമുക്ക് വിഷിംഗ് ആയിട്ട് ചെയ്യാമല്ലോ വിചാരിച്ചിട്ടാണ് അവിടെ അങ്ങനെ എഴുതിയത്. ഇനി നമുക്കിതൊന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ബീഡ്സ് വെച്ചിട്ട് ഞാനിതൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് ഡേ ഗ്രീറ്റിംഗ് കാർഡിൻ്റെ ഫ്രണ്ട് പേജ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഉള്ളിലായിട്ടൊരു സർപ്രൈസ് വേണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കിതാ ഇതുപോലുള്ള ഒരു പേപ്പർ, സ്ക്വയറിലുള്ള പേപ്പറാണ്. അപ്പം ഓരോ വലുപ്പത്തിൽ നിങ്ങൾ ചെയ്തെടുക്കുക. അപ്പോൾ അത് ഞാനിതാ 4 ആയിട്ട് ഇങ്ങനെ മടക്കി എടുക്കുന്നുണ്ട്. അതിങ്ങനെ മടക്കി കഴിഞ്ഞാൽ നമുക്ക് കത്രിക വെച്ച് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുക ഈ ഒരു ഷേപ്പിലായിട്ട്. എന്നിട്ട് ഇതിൻ്റെ സൈഡിൽ കൂടെ നമ്മൾ നേരത്തെ തൂവലിന് ചെയ്ത പോലെ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക. അത് ഫുള്ളായിട്ട് കട്ട് ചെയ്യേണ്ട, കുറച്ച് ഒരു 1/4 ഭാഗം അവിടെ വെച്ചിട്ട് അതുവരെ നമുക്ക് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതൊന്ന് നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ നമുക്കൊരു സർപ്രൈസ് കാണാം. പിന്നെ ഒരു കാര്യമായിട്ട് എൻ്റെ ചാനൽ നിങ്ങളിതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ആ റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനടുത്തൊരു അന്നപ്പോൾ ഒരു ബെല്ലൈക്കൺ വരും, അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്താൽ അതിൽ ഓൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ തന്നെ പോയിട്ട് ചൂസ് ചെയ്യുക. കാരണം അത് ചൂസ് ചെയ്താലേ ഉള്ളൂ എൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് വരുള്ളൂ. കണ്ടോ, നല്ല അടിപൊളി ഫ്ലവറായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതുപോലെ വേറെയും ചെയ്തെടുക്കാം. അങ്ങനെ ഞാൻ 3 വേറെ കളറിലായിട്ട് ആൾട്ടർനേറ്റ് ആയിട്ട് വെച്ച് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് കാർഡിൻ്റെ ഉള്ളിലായിട്ട് വെച്ച് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്യുക. എന്നതിന് ശേഷമാണ് നമ്മളിതിൽ ഒട്ടിച്ചു കൊടുക്കേണ്ടത്. ഇനി ഇത് ഫ്ലവറിൻ്റെ സെൻറ്ററിലായിട്ട് ഞാനിത് അതുപോലെ ഒരു മാലമുത്ത് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ കാർഡ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതൊന്ന് നമുക്ക് തുറന്ന് നോക്കാം. അങ്ങനെ ഇതാ ഈ കൊല്ലത്തെ ഫ്രണ്ട്ഷിപ്പ് ഡേക്ക് നിങ്ങളുടെ ഫ്രണ്ടിന് കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി ഒരു ഗ്രീറ്റിംഗ് കാർഡാണ്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് കുറച്ച് കളർ പേപ്പറാണ് ആവശ്യമുള്ളത്. അപ്പോൾ അത് വെച്ചിട്ടൊന്ന് ചെയ്ത് നോക്കുക. വൈറ്റ് പേപ്പറിലൊന്ന് ചെയ്ത് നോക്കണ്ടേ. അപ്പോൾ കളർഫുൾ ആകുമ്പോൾ കുറച്ചുകൂടി ഒരു ഭംഗി ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാൻ കളർ പേപ്പർ ചൂസ് ചെയ്തത്. പിന്നെ കാർഡിൻ്റെ ഉള്ളിലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കോഡ്സ് ആഡ് ചെയ്യുകയാണെങ്കിൽ അതും കൂടെ ആഡ് ചെയ്തിട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പം എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ താഴെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ബെല്ലൈക്കൺ
പ്രസ് ചെയ്യുക. ബെല്ലൈക്കൺ പ്രസ് ചെയ്താലേ ഞാൻ നെക്സ്റ്റ് ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് കിട്ടുള്ളൂ. പിന്നെ അഥവാ എൻ്റെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ ഒന്ന് സെർച്ച് ചെയ്തിട്ട് ഒന്ന് ചാനലിൽ പോയിട്ട് ഒന്ന് വീഡിയോ ഒന്ന് നോക്കുക, വീഡിയോ ഇട്ടിക്കോ എന്നുള്ളത്. അങ്ങനെ നമ്മുടെ പുതിയ വീഡിയോസൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.